കർഷകർ തിങ്ങി നിറഞ്ഞ മലയോര മേഖലയായ കോടശ്ശേരി പഞ്ചായത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. പരിയാരം കർഷക സമരത്തിന്റെ മർമ്മകേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന കോടശ്ശേരി പഞ്ചായത്ത് രൂപീകൃതമായത് 1964-ലാണ്. പരിയാരത്തിന്റെ 4 വാർഡുകളെ അടർത്തി മാറ്റി പുതിയ പഞ്ചായത്തിന് ജന്മം നൽകിയപ്പോൾ അതിന്റെ പ്രഥമ അമരക്കാരനായത് കെ പൈങ്കി മാഷു. KPMSന്റെ സംസ്ഥാന നേതാവായിരുന്ന പൈങ്കി കർഷക സമരത്തിന്റെ മുന്നണി പോരാളിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്നു. പാരമ്പര്യമായി ഇടതുപക്ഷത്തോട് ചായ്വുള്ള കോടശ്ശേരിയിൽ മലയോര കർഷകരുടെ കുടിയേറ്റത്തോടെ കോൺഗ്രസിനും പ്രാമുഖ്യം കൈവന്നു. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണത്തിന് UDFനും അവസരം കൈവന്നിട്ടുണ്ട്. ഇപ്പോൾ 1.5 പതിറ്റാണ്ടായി LDF ഭരണത്തിന്റെ കീഴിലാണ് പഞ്ചായത്ത്. CPMലെ ഉഷാ ശശിധരൻ പ്രസിഡന്റായ കോടശ്ശേരിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രത്യേകതകളുമുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം, അങ്ങനെ എല്ലാ ജനപ്രതിനിധികളും ഇവിടെ വനിതകളായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിരവധി പദ്ധതികളും ജില്ലാ പഞ്ചായത്തിന്റെ നിർലോഭ സഹായവും കൂടിയായപ്പോൾ കോടശ്ശേരിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താനായെന്നാണ് LDF ഭരണസമിതിയുടെ അവകാശവാദം. കുടിവെള്ള പ്രശ്നം കാര്യമായി ബാധിക്കുന്ന പ്രദേശമായതിനാൽ ഇക്കുറി 12 പുതിയ പദ്ധതികൾ ആരംഭിച്ചു. അതിലൊന്നാണ് കമ്മളം കുടിവെള്ള പദ്ധതി. ഇതിനു പുറമെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അതിരപ്പിള്ളിയിൽ നിന്നും തുടക്കമിട്ട സമഗ്ര കുടിവെള്ള പദ്ധതി പൂർത്തിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് കോടശ്ശേരിക്കായിരിക്കുമെന്ന് ഉഷാ ശശിധരൻ പറഞ്ഞു. 100 കണക്കിന് കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പീലാർമൊഴി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ പഞ്ചായത്തിന് പങ്കുണ്ട്. സെറാഫിക്കുന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലും പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചു. ലൈഫ് പദ്ധതി പ്രകാരം 86 വീടുകൾ നിർമ്മിച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറി. 15 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നു. എല്ലാ വിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് മുറികൾ നിർമ്മിച്ചു. കുറ്റിച്ചിറ ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചപ്പോൾ അനുബന്ധ സൗകര്യങ്ങൾക്ക് ലക്ഷങ്ങൾ ചിലവഴിച്ചത് LDF നേതൃത്വം നൽകുന്ന ഭരണസമിതിയായിരുന്നുവെന്ന് ഉഷാ ശശിധരൻ ചൂണ്ടിക്കാട്ടി. പ്രളയകാലത്ത് നിരവധി കുടുംബങ്ങൾക്ക് സഹായങ്ങൾ നൽകാനായി എല്ലാ റോഡുകളും നവീകരിച്ചു. ഏറ്റവും പ്രാധാന്യം കൈവരുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണം ആരംഭിക്കാനിരിക്കെ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും നൽകി. പുതുതായി നിരവധിയിടങ്ങളിൽ തെരുവ് വിളക്കുകളും സ്ഥാപിച്ചു. ലോക്ക്ഡൌൺ കാലത്ത് 2 സാമൂഹ്യ അടുക്കള പ്രവർത്തിച്ച ഏക പഞ്ചായത്താണ് കോടശ്ശേരിയെന്നും ഉഷാ ശശിധരൻ അവകാശപ്പെട്ടു. 17ാം വാർഡിലെ ജനറൽ വാർഡിൽ നിന്നാണ് മത്സരിച്ച് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. പ്രകടന പത്രികയിൽ നമ്മൾ അന്ന് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നിറവേറ്റാനായിട്ട് സാധിച്ചിരുന്നു. അതിലേറ്റവും ആദ്യം പരിഹരിക്കാൻ സാധിച്ചത് കുടിവെള്ളക്ഷാമം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ SC കോളനികളുടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് ഏറ്റവും ആദ്യമായി തന്നെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം പാർപ്പിടവുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടുന്ന പല സ്ഥലങ്ങളിലും പൂർത്തിയാകാത്ത വീടുകളായിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. അത് പൂർത്തീകരിക്കാത്ത വീടുകൾ പൂർത്തീകരിക്കുന്നതിലും അതുപോലെ ലൈഫ് പദ്ധതിയിലൂടെ 86 വീടുകൾക്ക് 4 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് പൂർത്തീകരണത്തിലെത്തിക്കാനും മറ്റു രേഖകൾ ഹാജരാക്കുന്നവർക്ക് പല ഗഡുക്കളായിട്ടുള്ള ഫണ്ടുകളും അനുവദിച്ച് ലൈഫ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. പൊതുജനങ്ങളുടെ നല്ലൊരു സഹകരണത്തോടുകൂടി സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ വിദ്യാലയങ്ങളും ഹൈടെക് ആക്കുന്നതിലും കെട്ടിടങ്ങളെല്ലാം പഴയ സ്ഥിതിയിൽ നിന്നും പുതിയ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനും അങ്ങനെ കോടശ്ശേരി പഞ്ചായത്തിൻ്റെ എല്ലാ വിദ്യാലയങ്ങളും മികവിൻ്റെ നിറവിലെത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷമായ UDF തയ്യാറല്ല. വികസനത്തിൽ ഏറ്റവും പിന്നിലായ പഞ്ചായത്താണിതെന്ന് UDF ലീഡർ KP ജെയിംസ് പറഞ്ഞു. സർക്കാർ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കാനായില്ല. ലൈഫ് പദ്ധതി ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കൃഷിക്ക് പാക്കേജ് കൊണ്ടുവന്നില്ല. കുറ്റിച്ചിറയിൽ സബ് സെന്റർ എന്ന ആവശ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. സുഭിക്ഷ കേരളം പദ്ധതിയിൽ തികഞ്ഞ അനാസ്ഥ കാട്ടി. റോഡ് വികസനവും ഉണ്ടായില്ലെന്നും UDF ലീഡർ ആരോപിച്ചു. മറ്റു പഞ്ചായത്തുകൾ രാത്രികാലങ്ങളിൽ മിന്നിത്തിളങ്ങുമ്പോൾ കോടശ്ശേരി ഇരുട്ടിൽ തപ്പുന്നു. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് ഒന്നും ചെയ്യാനായില്ല. മാതൃകാ പഞ്ചായത്താക്കി കോടശ്ശേരിയെ മാറ്റുമെന്ന LDF വാഗ്ദാനം വെറും വാക്കായി മാറിയെന്നും KP ജെയിംസ് ആരോപിച്ചു. അതുപോലെ തന്നെ അതിരപ്പള്ളി, വെള്ളിക്കുളങ്ങര ഭാഗങ്ങളിലേക്ക് രാത്രികാലങ്ങളിൽ പോകുമ്പോൾ അവിടെയൊക്കെ വഴിയോരങ്ങളിൽ നക്ഷത്രങ്ങൾ പോലെ നമ്മുടെ വഴിവിളക്കുകൾ തെളിയുന്ന സാഹചര്യമുണ്ട്. പക്ഷെ നമ്മൾ കോടശ്ശേരി പഞ്ചായത്തിലേക്ക് വരുമ്പോൾ എല്ലായിടത്തും അവിടെയൊക്കെ മിന്നിത്തിളങ്ങുന്ന ഒരു തെരുവിളക്കുകളുടെ ഒരു ക്രമീകരണം മാത്രമാണ്. ഏറ്റവും ഈ മലയോര മേഖല ആനകളുടെ ശല്യം, കാട്ടുമൃഗങ്ങളുടെ ശല്യമൊക്കെ വളരെ ഭയാനകമായ സാഹചര്യങ്ങളാണ്.
അപ്പോൾ നമ്മൾ പലപ്പോഴും പഞ്ചായത്തിൽ പറയാറുണ്ട് നമുക്ക് ഇതിൽ മാറ്റം വേണം, തെരുവിളക്കുകൾ കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യണം. പക്ഷേ ഒരിക്കലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ കൃത്യമായിട്ട് യാതൊരു ഇടപെടലുമില്ല. വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രമാണ് തെരുവിളക്കുകൾ കത്തിക്കാറുള്ളത്. ഞാനിപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഞാൻ വിചാരിച്ചു ഈ കോടശ്ശേരി പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ മാത്രമായിരിക്കും റോഡുകളൊക്കെ മോശമായിട്ടുള്ളത്. പക്ഷേ കോടശ്ശേരി പഞ്ചായത്തിൽ ഇന്ന് ഈ സമയം വരെ ഏകദേശം ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള പണികൾ ഒരു 30-40 മാത്രമാണ്. അത് പല പഞ്ചായത്തുകളിലും ഈ കാലഘട്ടത്തിൽ 100 പണികൾ നടത്തുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 150 തൊഴിൽ ദിനങ്ങളിൽ ഒരു 35-40 തൊഴിൽ ദിനങ്ങൾ മാത്രമാണ്. ഇനി 4 മാസം കൂടി മാത്രമാണ് ഈ സാമ്പത്തിക വർഷം ചെയ്യാനായിട്ടുള്ളത്. ഇതേസമയം ഇരു മുന്നണികളെയും കടന്നാക്രമിക്കുകയാണ് BJP. 15 വർഷമായി LDFന്റെ ഭരണം കോടശ്ശേരിയിൽ തികഞ്ഞ പരാജയമായിരുന്നുവെന്ന് BJP പ്രസിഡന്റ് സുഗു പാപ്പാരി പറയുന്നു. കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പാക്കാതെ ഗുരുതരമായ വീഴ്ചകളാണ് ഭരണസമിതി നടത്തിയത്. പ്രധാനമന്ത്രി ആദർശ ഗ്രാമമായി കോടശ്ശേരി തിരഞ്ഞെടുത്തെങ്കിലും അതിന് നടത്തിപ്പിന് ഭരണസമിതി യാതൊന്നും ചെയ്തില്ല. ഇപ്പോഴും കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. പാർപ്പിട പദ്ധതികളും പൂർണ്ണമായില്ലെന്നും BJP നേതാവ് ചൂണ്ടിക്കാട്ടി. കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഭരണസമിതി മാറിയപ്പോൾ കാഴ്ചക്കാരായി നിൽക്കാനേ പ്രതിപക്ഷമായ UDFന് സാധിച്ചുള്ളൂവെന്നും BJP ആരോപിക്കുന്നു. LDFന്റെ ഭരണം ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് പൂർണ്ണ പരാജയമായിരുന്നു. ഈ 15 വർഷം 3 പ്രാവശ്യം, അതായത് 15 വർഷം തുടർ ഭരണം നടത്തിയെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വസ്തുത. അതിൽ ഒന്നാമത് നമുക്കറിയാം, പ്രധാനമന്ത്രി ദത്തെടുത്ത ഒരു ഗ്രാമമാണ് നമ്മുടെ കോടശ്ശേരി പഞ്ചായത്ത്, അതായത് ആദർശ് ഗ്രാമം. പക്ഷേ ആ ആദർശ് ഗ്രാമം എന്ന പേര് ദത്തെടുത്തെങ്കിലും ആ ആദർശ് ഗ്രാമത്തിന് നാനാവിധത്തിലുള്ള വികസനങ്ങളാണ് ആദർശ ഗ്രാമപ്രകാരം ഇവിടെ നടക്കേണ്ടത്. പക്ഷേ ഒന്നും തന്നെ നടത്തിയില്ല എന്ന് മാത്രമല്ല, കിട്ടിയ ഫണ്ട്, ഇപ്പോൾ കൃഷിഭവനിൽ വന്ന പോലെ കിട്ടിയ ഫണ്ട് പോലും ഒന്നും തന്നെ അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ല. 3 മുന്നണികളും അംഗം മുറുക്കുമ്പോൾ ഇക്കുറി കോടശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് വീറും വാശിയും നിറഞ്ഞതാകും. 20 അംഗങ്ങളുണ്ടായിരുന്ന ഭരണസമിതിയിൽ LDFന് 11 സീറ്റായിരുന്നു കഴിഞ്ഞ വർഷമുണ്ടായത്. കോൺഗ്രസ് 8ലും NDA 1 സീറ്റിലും വിജയിച്ചു.